Hello. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Yes. Okay. റെഡിയായോ? റെഡിയാണോ എല്ലാവരും? യെസ്. എവിടെ വരെ നമ്മൾ പഠിച്ചു? എവിടെ വരെ നമ്മൾ പഠിച്ചെന്ന് ഓർമ്മയില്ല? അറിയ? ESI. ഓക്കെ. ESI കംപ്ലീറ്റ് നമ്മൾ പഠിച്ചോ? ESIയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവരുടെ വരല്ലേ പഠിച്ചോളൂ? The employee who is getting daily wage of less than 176 shall be excluded from the payment of contribution. അവിടെ വരല്ലേ നമ്മൾ പഠിച്ചേ? ഓക്കെ. വായിച്ചൊക്കെ നോക്കിയാ എല്ലാവരും? അവിടെ വരെയൊക്കെ ഓക്കെ ആണല്ലോ? പക്ക പഠിച്ചു തന്നെ പോയിട്ടില്ലേ ഇപ്പൊ? അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് അപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്തും പോയി. ഓക്കെ, now let's see which are the benefits of ESI. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ നേട്ടങ്ങൾ. എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുള്ളത്? അല്ലെങ്കിൽ ഇത്തരം ഇൻഷുറൻസ് പദ്ധതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് അവൈലബിൾ? എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സിക്നെസ് ബെനിഫിറ്റ് ആണ്. സിക്നെസ് ബെനിഫിറ്റ് അതായത് എന്തെങ്കിലും വയ്യായിക വരുമ്പോ കിട്ടുന്ന ബെനിഫിറ്റ്. എന്തെങ്കിലും വയ്യായിക വരുമ്പോ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് നമ്മൾ പറയുമ്പോ, ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ജോയിൻ ചെയ്തു. ഒരു 10-20 ദിവസം കഴിയുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ വയ്യായികളൊക്കെ വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, എത്ര ദിവസം, ഏകദേശം ഇത്ര ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം ടു അവോയ്ഡ് ദ സിക്നസ് ബെനിഫിറ്റ്. സിക്നസ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണെങ്കിലും അതിൻ്റെതായ രീതിയിൽ അല്ലെ. അപ്പൊ ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്, ഇത്ര ദിവസമെങ്കിലും നമ്മൾ ജോലി ചെയ്തിരിക്കണം എന്നുള്ളതിന് ഒരു എന്താ പറയാ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിക്നെസ് ബെനിഫിറ്റിന് അവൈലബിൾ ആകുന്ന സാഹചര്യമാണ് ESIയിലുള്ളത്. ദാറ്റ് മീൻസ് ദ എംപ്ലോയി വിൽ ഗെറ്റ് 70% ഓഫ് ദെയർ ആവറേജ് ഡെയിലി വേജ്. അതായത് അവർക്ക് കിട്ടുന്ന ദിവസ വരുമാനത്തിന്റെ ശരാശരി വരുമാനം എത്രയാണോ, വേജസ് എത്രയാണോ, അതിന്റെ 70%. എത്ര ദിവസം വരെ കിട്ടുമെന്ന് അറിയൂ? 91 days in an year. ഒരു വർഷത്തില് 91 ദിവസം, മാക്സിമം 91 ദിവസം വരെ. 91 ദിവസം എന്ന് പറയുമ്പോ അടുപ്പിച്ച് 91 ദിവസം നമുക്ക് വയ്യായിക വന്നിട്ട് ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകാണ്ടിരിക്കാൻ പറ്റുകയോ അങ്ങനെയൊക്കെ വരുമ്പോ കിട്ടുന്നതല്ല. അടുപ്പിച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാതെ, സിക്നസ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ, നമുക്കറിയാം ഇതൊക്കെ 1948 എഴുതി വെച്ചിരിക്കുന്നതാണ്. അന്നത്തെ കാലത്ത് ജോലിയുടെ കൂലിക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കുറവുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമുക്കറിയാം ഇക്കോണമി വളർന്നു, ജീവിത സാഹചര്യങ്ങൾ എല്ലാവരുടെയും വളർന്നു. കാരണം ഓരോ വസ്തുവും നമ്മൾ വാങ്ങിക്കുന്നത് ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിരുന്നത് അതേ ക്വാണ്ടിറ്റി ആ പൈസക്ക് നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. ഒരുപാട് വിലയിൽ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ ഭയങ്കര ഹൈയിലേക്ക് പോയി. ഓരോ വസ്തുവിന്റെ വിലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ തീർച്ചയായിട്ടും വസ്തുവിന്റെ എന്താ പറയാ വിലയിൽ മാറ്റം വരുമ്പോ തീർച്ചയായിട്ടും ഓരോ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂലി കൂടുതൽ കൊടുക്കേണ്ടി വരും. ബിക്കോസ് അവർക്ക് ആ വരുമാനം വെച്ചിട്ട് ഈ പറയുന്ന
പണ്ട് ഇത്ര സാധനം വാങ്ങിച്ചിരുന്നു, ഇത്ര കിലോ അരി വാങ്ങിച്ചിരുന്നു, ഇത്ര കിലോ പഞ്ചസാര വാങ്ങിച്ചിരുന്നു, അല്ലെ? ഒരു വീടിനെ മൊത്തം ഒരാഴ്ച നമുക്ക് ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം നമ്മൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇന്നത് അത്രയും രൂപയ്ക്ക് പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം ആ ഒരു അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് അവരുടെ എന്തെങ്കിലും വയ്യായ്കളൊക്കെ കൊണ്ടിട്ട് ലീവാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ആകുന്നു, അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിൽ അവരുടെ വേജ് ബില്ല്, അവരുടെ വേജസ് എത്രയാണോ, ഡെയിലി ആവറേജ് വേജസ് എത്രയാണോ അതിന്റെ 70% വരെ അവർക്ക് എന്ത് ചെയ്യും, കൂലിയായിട്ട് 91 ദിവസം വരെ പ്രൊവൈഡ് ചെയ്യും. അതാണ് സിക്നസ് ബെനിഫിറ്റ് ESI പ്രകാരം. ക്ലിയർ ആയോ? 70% ഓഫ് വേജസ്, എത്രയാണോ കൂലി അതിന്റെ 70%. എത്ര ദിവസത്തോളം കിട്ടും? 91 ദിവസം വരെ. ഒരു ഇയറിൽ 91 ദിവസം കഴിഞ്ഞ് പിന്നീട് വീണ്ടും അസുഖങ്ങളൊക്കെ വന്നിട്ട് വയ്യായ്യൊക്കെ വന്ന് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ വേജസിന്റെ 70% കിട്ടില്ല. അപ്പൊ 91 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് കേട്ടോ ഒരു വർഷത്തില്. ഇനി എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന. അതായത് ഈ സിക്നസ് ബെനിഫിറ്റിനെ തന്നെ കുറച്ചും കൂടി എന്താ പറയാ മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ചില അസുഖങ്ങൾക്ക് ലൈക്ക് ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നസി, ട്യൂബർകുലോസിസ്, ചില ഭയങ്കര എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങൾ, മാരകമായ രോഗങ്ങള്, TB പോലെയുള്ള രോഗങ്ങള്, പിന്നെ കുഷ്ഠരോഗം, പിന്നെ വലിയ ഫ്രാക്ചേഴ്സ് ഒക്കെ, കാലോ കയ്യോ ഒക്കെ വലിയ ഫ്രാക്ചർ ഒക്കെ പറ്റി ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അത്തരം കണ്ടീഷൻസിൽ ആണ് ഈ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സിക്നസ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നേരം അങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ ഈ 70% എന്നുള്ളത് മാറി അതെന്തായി മാറി 80%. ആൻഡ് അത് ഒരു വർഷത്തിലല്ല, 80% വേജസ് എത്ര നാള് കിട്ടും? 2 വർഷത്തേക്ക് കിട്ടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ചിലപ്പോ ഇത്തരം അസുഖങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോ എന്താ പറയാ ആ ബെനിഫിറ്റ് ഒരു 2 വർഷത്തോളം ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനൊക്കെ റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ആ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? TB ഒക്കെ പെട്ടെന്നൊന്നും വന്നാൽ മാറില്ല. നമുക്കറിയാം ഫാക്ടറീസ് ജോലി ചെയ്യുന്നവര്, അതും കൂടുതലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആകുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ഈ പുകയും മറ്റുമൊക്കെ ശ്വസിച്ച് അവർക്ക് ലങ് പ്രോബ്ലംസ്, TB പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഫാക്ടറീസ് ആക്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ESIയിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? 80%, 70% എന്ന് മാറി അത് 80% 2 വർഷത്തോളം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റിലാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എൻഹാൻസ്ഡ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫോർ മെയിൽ ആൻഡ് ഓൾസോ ഫീമെയിൽ. 2 പേർക്കും ഇതിന്റെ നേട്ടമുണ്ട്. മെയിൽ ബെനിഫിഷ്യറീസും ഉണ്ട് ഇതിനകത്ത്. ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ആ ബെനിഫിറ്റ് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് വിളിക്കുക. മനസ്സിലായോ? ആ ആനുകൂല്യം അല്ലെങ്കിൽ ആ ഒരു നേട്ടം കിട്ടുന്ന ആള്, അത് ആർക്കാണോ കിട്ടുന്നത് അവരെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് വിളിക്കുക. അപ്പൊ ഈ പറയുന്ന ബെനിഫിഷ്യറീസ് ആരിലൊക്കെ പെടും? സ്ത്രീകൾക്കും ഉണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 7 days മെയിൽ ബെനിഫിഷ്യറീസിന് 7 ദിവസവും ഫീമെയിൽ ബെനിഫിഷ്യറീസിന് 14 ദിവസവും അറ്റ് ദ ടൈം ഓഫ് സ്റ്റെറിലൈസേഷൻ, അറ്റ് ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഈ വന്ധ്യകരണം പോലെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനത്തെ കുട്ടികളില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചികിത്സയോ അല്ലെങ്കിൽ അതിൻ്റെതായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ആണ് ഈ പറയുന്ന ദിവസങ്ങളിൽ കിട്ടുക. 7 ദിവസം മെയിൽസിനും 14 ദിവസം ഫീമെയിൽസിനും എന്ത് ചെയ്യുന്നുണ്ട്? വന്ധ്യകരണത്തിന് വേണ്ടിയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ക്ലിയർ ആയോ? 7 days ആൻഡ് 14 days ഫോർ ഫീമെയിൽ ബെനിഫിഷ്യറീസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് മെറ്റേണിറ്റി ആണ്, സ്ത്രീകൾക്കാണ്. അപ് ടു ദ പീരീഡ് ഓഫ് 180 days, 180 ദിവസത്തോളം. അപ്പൊ ഏകദേശം ഒരു ഹാഫ് ഇയർ അല്ലെ, 3-18, 6 മാസത്തോളം, 30 ദിവസം വെച്ച് കൂട്ടുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി. അപ്പൊ നമ്മുടെ ഡെലിവറിക്ക് തൊട്ട് മുന്നുള്ള കുറച്ച് മാസം, അത് കഴിഞ്ഞിട്ട് തൊട്ട് എന്താ പറയാ പോസ്റ്റ് ഡെലിവറിക്ക് ശേഷമുള്ള കുറച്ച് മാസങ്ങൾ കൂടി, അങ്ങനെയൊക്കെയാണ് അല്ലെ. നമുക്കിപ്പോ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ എന്റെ ജോലിക്കൊക്കെ ചിലപ്പോ 10 മാസം വരെ, 10 മാസം എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ 10 മാസം കംപ്ലീറ്റ് ഇല്ല, 9 മാസം
9 ദിവസം അങ്ങനെയൊക്കെ എന്താണ് കണക്കൊക്കെയാ പറയാ. അപ്പൊ ഈ എന്താ പറയാ ഇപ്പൊ ഡെലിവറിക്ക് പോകുന്നതിന്റെ തലേദിവസം വരെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യര്. പക്ഷെ ഇപ്പൊക്കെയാന്ന് വെച്ചാൽ കുറച്ചുകൂടി നേരത്തെ തന്നെ നമ്മള് റെസ്റ്റിലേക്ക് പോകും. റെസ്റ്റ് ആവശ്യമാണ്. ഇപ്പൊ ഏറ്റവും അറ്റത്തുള്ള മാസങ്ങളിലേക്ക് എത്തി. സോ ഹാവ് ടു ടേക്ക് റെസ്റ്റ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വീട്ടുകാരൊക്കെ എന്നൊക്കെയെന്ന് വെച്ചാൽ വീടുകളിലൊക്കെ 1-2 മക്കളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജോലിക്ക് ലീവ് എടുക്കുക, ഇത്രയും ഇതൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തൊക്കെ. പക്ഷെ ഒരു 10-40 കൊല്ലമൊക്കെ മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ട്. എല്ലാവരും ഒന്നും ടേക്ക് കെയർ ചെയ്യാനൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. അപ്പൊ മക്കളൊക്കെ ഇതുപോലെയൊക്കെ ആകുമ്പോ അവർ അറ്റം വരെ എങ്ങനെയെങ്കിലും ഒക്കെ പോകാം, പറ്റുന്നിടത്തോളം വരെ പോകാമെന്ന് വെച്ചിട്ട് ചിലപ്പോൾ തലേദിവസം വരെ ജോലിക്ക് പോയിരുന്ന നമ്മളുടെയൊക്കെ വേണമെങ്കിൽ പാരന്റ്സിനോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കൊക്കെ പറയാത്തത് ഉണ്ടാകുമായിരിക്കും. അതല്ലേ എത്രയും ദിവസം വരെ അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ഇത്രയധികം പണി ചെയ്തിട്ട് ഓടിപ്പോയതാണെന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയൊക്കെ? പാരന്റ്സ് ഒക്കെ പറയും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് എന്താ പറയാ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദ മന്ത് തുടങ്ങി എപ്പോഴും എന്താ പറയാ റെസ്റ്റ് വേണം, അത് വേണം എന്നൊക്കെ. ഞങ്ങളൊക്കെ ആ സമയത്ത് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരുന്നു, അല്ലെ വീട്ടിൽ ഇത് ചെയ്യിപ്പിച്ചിരുന്നു. നിങ്ങളൊന്നും അങ്ങനെ കേട്ടിട്ടില്ലേ? ഞാൻ ഇഷ്ടം പോലെ കേട്ടോ. ഞങ്ങളുടെ അമ്മമാര് കൂടുതലും മദർ ഇൻ ലോസ് അല്ലെ, അവര് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചിരുന്നു അല്ലെ, വീട്ടിലെ എല്ലാ പണിയും ചെയ്തിരുന്നു, എന്നിട്ട് ആ സമയമായിട്ട് ഓടിപ്പോയിട്ട് പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരു 180 days 180 ദിവസത്തോളം പ്രഗ്നൻസി പീരീഡില് ഫുൾ വേജസ് ആണ്. ആ ദിവസം മുഴുവനും 6 മാസക്കാലം ജോലിക്ക് പോയിട്ടില്ല, പക്ഷെങ്കിലും they will be provided full wages, മുഴുവൻ വേതനവും അവർക്ക് കൊടുത്തിരുന്നു. ആൻഡ് ഓൾസോ 6 weeks in the event of miscarriage of MTP. മിസ്കാരേജ് എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ പ്രഗ്നന്റ് ആയി ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ 5-6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ചിലപ്പോ അത് എന്താ പറയാ എങ്ങനെയെങ്കിലും കുട്ടി മരിക്കോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ചെയ്തു പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയത്തിലും അല്ലെങ്കിൽ എന്താ പറയാ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് നമ്മളുടെ MTP അതാണ്. ഇത് നമ്മൾ എന്താ പറയാ പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണെങ്കിൽ 6 ആഴ്ച വരെ ഫുൾ വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? അതും ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണല്ലോ. എന്ന് വെച്ചാൽ ഗർഭിണിയായും പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് ആ കുട്ടി ഇല്ലാണ്ടായി പോകുന്നു. അപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? റെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ 6 ആഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നതുമായി ടെർമിനേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ 6 weeks വരെ ഫുൾ വേജസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാത്ത സാഹചര്യത്തില് 180 ദിവസം ESI പ്രകാരം 180 ദിവസം അവർക്ക് എന്ത് കിട്ടുന്നു? ബെനഫിറ്റ് കിട്ടുന്നു. ഫുൾ വേജസ് ആയിട്ടായിരിക്കും ബെനഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? MTPയുടെ ഫുൾ ഫോം ആണെങ്കിൽ അവിടെ എഴുതി വെച്ചോട്ടാ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP. പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അത് നിർത്തലൊക്കെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഇപ്പോഴത്തെ രീതിയിലുള്ള എന്താ പറയാ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയൊന്നും വരുന്ന ആളുകൾ പ്രതീക്ഷ ഉണ്ടാവില്ല. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഫുൾ ഓപ്പൺ സർജറി ഒക്കെ ചെയ്തിട്ടാണ് പ്രസവം നിർത്തിയിരുന്നത് അല്ലേ? പണ്ട് കാലത്ത് ചോദിച്ചൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിൽ അമ്മമാരോടൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷെ ഇന്നതൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ട്. പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ടെക്നോളജീസ് ഒക്കെ, ഒത്തിരി സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് വന്നു. അപ്പൊ അത്രയും വലിയ ഓപ്പറേഷൻസ് ഒന്നും വേണ്ടി വരില്ല അല്ലെ? അപ്പൊ അന്നൊക്കെ അത്രയും വലിയ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് ഒരു മനുഷ്യന്റെ ശരീരത്തിലല്ലേ, അപ്പൊ തീർച്ചയായിട്ടും അതുങ്ങളുടെ ശരീരത്തിലെ ഒരുപാട് ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ടാകാം അല്ലെ? അതുപോലെ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടാകാം. പിന്നെ ഒത്തിരി എന്താ പറയാ ഒരു മനുഷ്യന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ മുറികൂടാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഒത്തിരി റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ബെനിഫിറ്റ്, ഈ പറയുന്ന മെറ്റേണിറ്റി ബെനിഫിറ്റ് ESIയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. So full wages 180 ദിവസം in case of pregnancy and 6 weeks in the event of miscarriage or MTP. Clear ആണല്ലോ? അടുത്തത് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയില് ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഡിസബിലിറ്റി വന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും കയ്യോ കാലോ ഏതെങ്കിലും ഒക്കെ പ്രവർത്തിക്കാതെ ചിലപ്പോ കൈ മുറിഞ്ഞു പോകുക, കാലിന്റെ ഭാഗം പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുറെ നാളൊക്കെ ചിലപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല.
അങ്ങനെയൊക്കെ വരുമ്പോൾ 90% ഓഫ് ദ വേജസ്, അവരുടെ കൂലി എത്രയാണോ ആ കൂലിയുടെ 90%, ഇപ്പൊ 1000 രൂപയാണ് കൂലിയെങ്കിൽ അതിന്റെ 90%, 900 റുപ്പീസും എന്ത് ചെയ്യും, 1000 രൂപയാണെങ്കിൽ എക്സാമ്പിൾ പറയുന്നതാണ്, ആണെങ്കിൽ 900 രൂപ വരെ എത്ര ദിവസം കിട്ടും? ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്, എത്ര കാലമാണോ നമ്മൾ ആ ഡിസേബിൾമെന്റുമായിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റാതിരുന്നത് ആ ദിവസങ്ങൾ മുഴുവൻ. മനസ്സിലായോ? 90% വേജസ് ആൾക്ക് ഇൻ ക്യാഷ് ആയിട്ട്, ക്യാഷ് തന്നെയായിട്ട് ആൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നുള്ളത് ആണ് ESIയിലെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ക്ലിയർ ആയോ? ടെമ്പററി ഡിസേബിൾമെന്റ് ഒക്കെയാണ് കേട്ടോ അത്, എന്നേക്കുമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ജോലിക്കൊക്കെ പോകാൻ ചിലപ്പോൾ ആ ഡിസബിലിറ്റി വലിയ കാര്യമായി പരിഗണിക്കാതെ ജോലിക്ക് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ജോലിക്ക് പോകാമല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതിന്റെ ആ കാലഘട്ടത്തിലാണ് അവർക്ക് 90% വേജസിന്റെ ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് ഫ്യൂണറൽ ബെനിഫിറ്റ്. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്താണ്? ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോ ജോലിക്ക് ഇരിക്കാൻ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മരിച്ചൊക്കെ പോയി കഴിയുമ്പോൾ ആ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് 15,000 രൂപ ESI പ്രകാരം കൊടുക്കുന്നതാണ് ടു ദ സർവൈവിംഗ് മെമ്പർ ഓഫ് ദ ഫാമിലി. ആളുടെ ഏറ്റവും എന്താ പറയാ, ജോലി ചെയ്തിരുന്ന ആള് മരിച്ചു പോയപ്പോ അവരുടെ വീട്ടിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രായം ചെന്ന ആളാണോ അവർക്ക് ഒരു 15,000 രൂപ ഫ്യൂണറലിന് വേണ്ടിയിട്ട്, സംസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്താനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അന്നത്തെ 15,000 വെച്ചെങ്കിൽ നടത്തും 15,000 രൂപ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ESI പ്രകാരം. ക്ലിയർ ആയോ? ഫ്യൂണറൽ പർപ്പസിന് വേണ്ടി. അതുകൊണ്ടാണ് അതിന് ആ പേര് പറഞ്ഞിരിക്കുന്നത് ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന്. എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർക്ക് എത്ര രൂപ കൊടുക്കും? 15,000. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. ഇതും ESIയുടെ മറ്റൊരു കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു മെമ്പർ ജോലി ചെയ്യുന്ന ഒരു വർക്കർ ഉള്ള ഒരു വീട്ടിലെ മെഡിക്കൽ കവറേജ് വിച്ച് ഇൻക്ലൂഡ്സ് ഔട്ട്ഡോർ ആൻഡ് ഓൾസോ ഇൻഡോർ. അതായത് നമുക്കിപ്പോ പുറത്ത് എന്താ പറയാ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ അവിടുത്തെ സേവനം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ്, പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വർക്കർക്ക് മെഡിക്കൽ ബെനിഫിറ്റ് കവറേജ് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതും ESI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു, നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ ആ ഹോസ്പിറ്റലിനകത്ത് ഈ പറയുന്ന രോഗത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസോ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ വി ഹാവ് ടു ടേക്ക് ദാറ്റ് പേഷ്യന്റ് ടു എനി അതർ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ഞങ്ങൾ വേറെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റണം. അപ്പൊ അതിനുകൂടിയുള്ള ബെനിഫിറ്റ് ആണ്, അതിനുകൂടിയുള്ള കവറേജ് ഈ പറയുന്ന ആർക്ക് കിട്ടും? നമ്മുടെ ESIയിലെ മെമ്പർക്ക്, വർക്കർക്ക് കിട്ടുന്നതായിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ ESIയില് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സിക്നെസ് ബെനിഫിറ്റ് 70% വേജസ്, എത്ര ദിവസം വരെ? 91 ഡേയ്സ്. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, അതൊരു പർട്ടിക്കുലർ രോഗങ്ങൾക്കാണ്, ലൈക്ക് ലെപ്രസി, ട്യൂബർകുലോസിസ്, ലിംഗസി എന്ന് പറഞ്ഞ മാരക രോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്രാക്ചേഴ്സ്, ഇതിനൊക്കെ 80% ഓഫ് വേജസ് ഫോർ 2 years, 2 വർഷക്കാലം 80% വേജസ്. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് അത് ബോത്ത് മെയിൽ ബെനിഫിഷ്യറിയും ഫീമെയിൽ ബെനിഫിഷ്യറിക്കും വ്യത്യസ്തമാണ്. മെയിൽസിനാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഇവന്റില് 7 ദിവസത്തെ, അതുപോലെ തന്നെ ഫീമെയിൽക്കാണെങ്കിൽ 14 ദിവസത്തെയും ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. മെറ്റേണിറ്റി ബെനിഫിറ്റ് 180 ദിവസം ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി പീരീഡിലേക്ക് 180 ദിവസവും, മറ്റ് MTP മിസ്കാരേജ് പോലെയുള്ള ഇവന്റുകൾക്ക് 6 ആഴ്ച വരെയും മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യും, അല്ലെ? പിന്നെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഡിസബിലിറ്റി ഫോർ ടെമ്പററി ഡിസബിലിറ്റി ഒക്കെ വരികയാണെങ്കിൽ ആൾക്ക് 90% ഓഫ് വേജസ്, ആളുടെ കൂലി എത്രയാണോ അതിന്റെ 90% ക്യാഷ് ആയിട്ട് ആ ഡിസേബിൾമെന്റ് പീരീഡിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഫ്യൂണറൽ ബെനിഫിറ്റ്, ആ വീട്ടിലെ വർക്കറുടെ വീട്ടില് വർക്കറെ മരിക്കുകയാണെങ്കിൽ ആളുടെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർക്ക് 15,000 രൂപ ഫ്യൂണറൽ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. മെഡിക്കൽ ബെനിഫിറ്റ്, ഔട്ട്ഡോർ സർവീസസ്, സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഇൻഡോർ സർവീസസ്, ആംബുലൻസ് സർവീസസ് ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ വർക്കർക്ക് ഈ പറയുന്ന ESIയിലെ മെമ്പർ ആയിട്ടുള്ള വർക്കർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ESIയുടെ ബെനിഫിറ്റുകളാണ്. അപ്പൊ ഇത്രയധികം ബെനിഫിറ്റുകൾ ESIയിൽ ഉണ്ട്. ഓക്കെ,
അടുത്തതിലേക്ക് ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ പ്രകാരം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് ESIയില് എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ESIയില് ഇൻഷുറൻസ് എടുക്കുന്ന എംപ്ലോയീസിന് വേണ്ടി ആ ഓർഗനൈസേഷന്റെ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ നടത്തണം, എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷൻ നടത്തണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ഹാവ് ടു കോൺട്രിബ്യൂട്ട് 3.25% ഓഫ് ദ വേജ്. ആ ആളുടെ കൂലി എത്രയാണോ കൂലിയുടെ 3.25% എംപ്ലോയറും 0.75% 0.75% എംപ്ലോയിയും പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണെങ്കിൽ എനിക്ക് വേണ്ടി ESIയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ നടത്തേണ്ടത് 3.25%. ഞാൻ തന്നെ കൊടുക്കേണ്ടത്, എന്റെ ശമ്പളത്തിൽ ഞാൻ തന്നെ കൊടുക്കേണ്ടത് 0.75%. വളരെ എന്താ പറയാ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മളുടെ ഇന്ന് പിടിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ചെറിയ 0.75% ചില എംപ്ലോയീസിന് കൊടുക്കേണ്ട അതാർക്കാണ്? those who are earning less than 176 rupees a day. ഒരു ദിവസത്തിൽ 176 രൂപയിൽ കുറവാണ് സാലറി വേജസ് കൂലി വാങ്ങിക്കുന്നതെങ്കിൽ, ഡെയിലി വേജസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, വേജസ് എന്നാണ് പേര്, വാങ്ങിക്കുന്നതെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ട? അങ്ങനെയുള്ള എംപ്ലോയീസ് ഈ പറയുന്ന അവരുടെ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ESI പ്രകാരം, ESI 1948 പ്രകാരം ഒരു അതിന്റെ കോൺട്രിബ്യൂഷൻസ് എംപ്ലോയറും എംപ്ലോയിയും ഒരുമിച്ച് അടക്കുന്നതിന് ഒരു കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഇഫ് ദ ENR ഈസ് rupees 20,000. INR is rupees 20,000. എന്താ INR? എന്താ? ESI പറഞ്ഞു ENR INR എന്താ? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ അന്തർദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാല്യൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്റർനാഷണലി പറയുമ്പോൾ നമ്മളുടെ എമൗണ്ട് ഓരോ രാജ്യത്തും അവരവരുടേതായ എന്താ പറയാ മൂല്യമുണ്ടല്ലോ അവരുടെ പണത്തിന് അല്ലെ. നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡോളർ തമ്മിലൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കണം, മൊത്തത്തിലുള്ള അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ 20,000 രൂപയാണെന്ന് വിചാരിക്കാം. അതാണ് ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ്. വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചോ നിങ്ങൾ. INRന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ്. INR 20. നമ്മളുടെ ഈ സ്വർണത്തിന്റെ വിലയൊക്കെ പറയുമ്പോൾ INR വെച്ചിട്ടൊക്കെ പറയാറുണ്ട്. ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് പറഞ്ഞതാണ്. 20,000 രൂപയാണെങ്കിൽ എംപ്ലോയർ എത്ര രൂപ അടയ്ക്കണം കോൺട്രിബ്യൂഷൻ ആയിട്ട്, എംപ്ലോയി എത്ര രൂപ അടയ്ക്കണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. 20,000 ഉണ്ട് റുപ്പീസ്. നമ്മൾ പറഞ്ഞു 21,000 രൂപ മാസത്തില് കൂലി വാങ്ങിക്കുന്ന ആളുകൾ, അതിൽ കൂടുതൽ ഉള്ളവർക്കുള്ളതല്ല ESI എന്ന് പറയുന്നത് കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് 21,000 രൂപയിൽ താഴെ കൂലി വാങ്ങിക്കുന്നവർക്ക് മന്ത്ലിയുടെ കാര്യമാണ് 21,000 പറഞ്ഞ്, ഡെയിലിയുടെ കാര്യം 176. ആ പോയിന്റുകൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ നമ്മള്? ഇവിടെ പഠിച്ചു. നമ്മളുണ്ടല്ലോ ആരും ഇല്ലേ? പോയോ? ഏതാച്ച് പഠിച്ചാ? പറഞ്ഞുകൊണ്ടിരുന്നവരൊന്നും ഇല്ലല്ലോ. ഹലോ റിയാക്ഷൻ ഇല്ലാണ്ടോന്ന് അപ്പൊ തന്നെ ഞാനിവിടെ സ്റ്റക്കാവും. പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോ ഇല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു കയ്യോ ഒരു എന്തെങ്കിലും കണ്ടാ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാനിത് ആരോടാണാവോ ഈ പറയണേന്നുള്ള മട്ടായിപ്പോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തേ നോക്കിയേ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ് 20,000ന്റെ 3.25%. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ബാക്ക് അടിച്ചൊന്ന് കുത്തി നോക്കുക. എന്താണ് 20,000 × 3.25/100 എത്രയെന്ന് നോക്കിയേ? 20,000 × 3.25/100. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 100 ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെർസെന്റേജിന്റെ ചിഹ്നം ഉണ്ടാവും അവിടെ കാൽക്കുലേറ്ററിൽ. അത് നോക്കിയാലും മതി. 20,000 × 3.25%. പെർസെന്റേജിന്റെ ആ സൈനിമ ഒന്ന് ഇതാക്കുക, ടച്ച് ചെയ്യാം. സോ ദ എമൗണ്ട് ഈസ് എത്ര കിട്ടി? 20,000 രൂപ വേജസ് മന്ത്ലി വാങ്ങിക്കുന്ന ഒരാൾക്കിടെ ESI കോൺട്രിബ്യൂഷൻ എംപ്ലോയർ കൊടുക്കുന്നത് 650 രൂപയാണ്. ഓക്കെ, അതാണ് 650 കാണിച്ചിരിക്കുന്നത്. ആൻഡ് അഗെയിൻ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്ര കൊടുക്കണം? അതേ 20,000ന്റെ തന്നെ. 20,000 ആണ് ആളുടെ കൂലി. അപ്പൊ 20,000ന്റെ തന്നെ 0.75%. 20,000 × 0.75%. എത്രയാ നോക്കിയേ? 650. പിന്നെ അടുത്തത് 150. 150 കിട്ടിയോ? ആൻഡ് ടോട്ടൽ അങ്ങനെ മൊത്തം എത്രയാ? 800 രൂപയാണ്. 800 രൂപയാണ് എംപ്ലോയറും എംപ്ലോയിയും കൂടിയിട്ട്
ആ ഒരു ESIക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 20,000-ന്റെ 4% മൊത്തം. 3.25 0.75 കൂടി കൂട്ടി മൊത്തം 4%. 20,000 ഇൻറ്റു 4% ചെയ്താലും ഈ പറഞ്ഞ 800 കിട്ടും. പക്ഷെ അങ്ങനെ പറ്റൂലല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് ഒരാളല്ല കൊടുക്കുക, സ്പ്ലിറ്റ് ചെയ്താൽ കൊടുക്കുക. എംപ്ലോയറും എംപ്ലോയി ആയിട്ട് കൊടുക്കുക. എംപ്ലോയർ കൊടുക്കുന്നതും എംപ്ലോയി കൊടുക്കുന്നതും കൂടി ചേർത്ത് മൊത്തം 800 രൂപ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടിയത് കണ്ടോ. അതൊരു കാൽക്കുലേഷൻ അവിടെ കാണിച്ചിരുന്ന പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണും. INR 20,000 പകരം ചിലപ്പോൾ 10,000-നോ 15,000-നോ 12,000-നോ ഒക്കെ പറഞ്ഞ് നിങ്ങളോട് എംപ്ലോയറുടെയോ എംപ്ലോയിയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ തരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടിക്ക് ചെയ്ത് വെച്ചോ കാൽക്കുലേഷൻ. ഇടയ്ക്ക് അങ്ങനെ ഒരു കണക്കൊക്കെ അവിടെ കിടക്കട്ടെ. ഓക്കെ അല്ലേ? അങ്ങോട്ട് അടുത്തതിലേക്ക്. യെസ്, അടുത്ത പോവാണേ. ഫെമിന ഓക്കെ ആണോ? ചിത്ര ആൻഡ് മെരിയ ഓക്കെ. യെസ്, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഏതൊക്കെ പഠിച്ചിപ്പോ? SHI, ഏതാണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസും പഠിച്ചു. രണ്ടാമത് നമ്മള് ESI പഠിച്ചു അല്ലെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പഠിച്ചു. ഇതൊക്കെ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള ഇൻഷുറൻസുകളാണ്. ഗവൺമെന്റിന്റെ ഒരു എന്താ പറയാ ഒരു ഇതുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയും ലോ കോസ്റ്റിൽ. നോക്കി ഇപ്പൊ രണ്ടും കൂടി ചേർത്ത് മൊത്തം 800 രൂപയാണ് ചെയ്യേണ്ടി വരുന്നുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. രണ്ടും കൂടി കൂട്ടി 20,000 രൂപ ഒരു വേജസ് വാങ്ങിക്കുന്ന, മന്ത്ലി വേജസ് വാങ്ങിക്കുന്ന ആൾക്ക്. അപ്പൊ മറ്റു ഇൻഷുറൻസുകളൊക്കെ നമുക്കറിയാം, അതൊക്കെ പുറത്ത് പ്രൈവറ്റ് ഇൻഷുറൻസുകളൊക്കെ നമുക്ക് എടുക്കാൻ ചെല്ലുമ്പോഴാണ് അറിയാൻ പറ്റുക, പ്രീമിയം ആയിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ ആയിട്ട് മാസം ഇത്ര രൂപ ഒക്കെ അടയ്ക്കണം. അതായത് കൂടുതൽ ബെനിഫിറ്റുകളുടെ എണ്ണവും അതിന്റെ എന്താ പറയാ ആഴവും വർദ്ധിക്കുന്നതനുസരിച്ച് പ്രീമിയത്തിന്റെ അളവും കൂടും. അത് ഒബിയസ്ലി അങ്ങനെയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ, ഗവൺമെന്റ് കൂടി അസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ വിൽ ബി പ്രൊവൈഡഡ് അറ്റ് ലോ കോസ്റ്റ്. അത് ഇച്ചിരി പൈസ കുറച്ചിട്ടെങ്കിലും കൊടുക്കുള്ളൂ. കാരണം എല്ലാവർക്കും ഇത്രയും വലിയ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന വലിയ മെഡിക്ലെയിമുകളൊക്കെ ഉള്ള ഇൻഷുറൻസിന്റെ, പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ഭാഗമാക്കാൻ പറ്റില്ല. കാരണം അത്രയധികം ഇൻകം അവർക്കില്ല. വരുമാന മാർഗം അനുസരിച്ചല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കും എന്തെങ്കിലും അസുഖങ്ങൾ പിന്നീട് വന്നാലോ, അല്ലെങ്കിൽ രോഗിന്റെ ഒക്കെ നടക്കുന്നതാണ്, എന്തെങ്കിലും ആക്സിഡന്റ് വന്നാലോ, അപ്പൊ എന്റെ ലൈഫിനെ ഒന്ന് സെക്യൂർ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കണം എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഇൻഷുറൻസിലൊക്കെ നമ്മള് അധികം നമ്മളുടെ വരുമാനം നോക്കാതെ നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. മാസം അത് അടയ്ക്കണ്ടേ? അപ്പൊ അതിന് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള BPL ഫാമിലീസിനെ, പുവർ ഫാമിലീസിനെ, അല്ലെങ്കിൽ ഇത്തരം ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അവർക്കും നല്ല ക്വാളിറ്റി മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇൻഷുറൻസുകളാണ്. ESI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അല്ലെങ്കിൽ CGHS എന്നും അതിന്റെ ഷോർട്ട് ആയിട്ട് പറയാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ CGHS ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ, ഫുൾ ഫോം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി നമ്മുടെ ഇൻഷുറൻസ് സ്കീമുകളിൽ തന്നെ കുറച്ച് പഴയതാണ്, കുറച്ച് പഴക്കം ചെന്ന ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ്. ആൻഡ് ഓൾസോ ഇപ്പോഴാണ് കറന്റ്ലി ആണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇതിന് ഭയങ്കര ഇഫക്റ്റീവ് ആകാൻ തുടങ്ങിയത്. പോലെയുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇതിനൊരു ഇഫക്റ്റ് വന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്താ കാരണം ഇപ്പോഴാണ് അസുഖങ്ങൾ ഇങ്ങനെ പറ്റില്ല എന്ന് പറയണേ. അത് തന്നെ കാരണം 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തതാ ഈ പറയുന്ന CGHS പറയുന്ന സ്കീമൊക്കെ. അല്ലെങ്കിലും തന്നെ ഇൻഷുറൻസിനൊക്കെ ഇത്രയധികം പ്രാബല്യം, അല്ലെങ്കിൽ എന്താ പറയാ പ്രാധാന്യം വരാൻ തുടങ്ങിയത് തന്നെ ഈ അടുത്ത കാലത്തൊക്കെ തന്നെയാണ്. കാരണം എന്താ, ഇപ്പോഴാണ് ഒരു 10-15 വർഷമൊക്കെ പിന്നിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ഇത്രയധികം രോഗങ്ങളുടെ വൈരുദ്ധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ, അതും വരുന്നത് ചെറുതൊന്നുമല്ല, നല്ല മനുഷ്യനെ അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ച് ഒന്നുമില്ലാണ്ടാക്കി കളയാൻ പറ്റുന്ന രോഗങ്ങളൊക്കെ അവന്നെ അല്ലെ. നമ്മളിപ്പോ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോ ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു പനിക്കുള്ളൂ എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മള് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ സമ്പാദ്യം മുഴുവൻ ഒരു പനി വന്നാൽ തീരും. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പനി അല്ലെങ്കിൽ പനി മാറാത്ത പനിയൊക്കെ വരുമ്പോ നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് കുറെ കഴിയുമ്പോ അത് ഒട്ടും തന്നെ പറ്റാണ്ടായി കഴിയുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുക. അപ്പോഴേക്കും എന്തായിരിക്കും ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇറ്റ്സ് നോട്ട് എ ഫീവർ,
ഇറ്റ്സ് എ സിംറ്റം ഓഫ് സം ഓഫ് ദർ ഡിസീസ്. മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിരിക്കും എന്നുള്ളത് പിന്നീടായിട്ട് മനസ്സിലാക്കാം. പിന്നെ ആ രോഗത്തിനുള്ള ഒരു ചികിത്സയ്ക്ക് പോയാൽ മതിയല്ലോ, അല്ലെ? നമ്മൾ അത്രയും നാളും അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം തന്നെ എന്താ പറയാ ഒരു നിമിഷം കൊണ്ട്, അല്ലെ, വളരെ കുറച്ച് സമയം കൊണ്ട് അത് ഉണ്ടാക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടോ അതിന്റെ ഫ്രാക്ഷൻ ഓഫ് സമയം കൊണ്ട് എന്ത് ചെയ്യും, ഇല്ലാതാകാനും മതി. അപ്പൊ അങ്ങനത്തെ ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു ഇക്കോണമിയിൽ ജീവിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയാ ഒരു ഇൻഷുറൻസ് ആവശ്യമാണെന്ന് മനുഷ്യന്മാർക്കൊക്കെ ബുദ്ധിബോധമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യാൻ ഇപ്പൊ ഒരു ഇൻഷുറൻസ് വേണം. എന്തെങ്കിലും നമ്മൾ ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസ് തുടക്കം തന്നെ പറഞ്ഞു, അല്ലെ? ഒരു വലിയ എമൗണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി ആരെങ്കിലും ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടോ? അയ്യോ നാളെ എനിക്ക് എന്തെങ്കിലും അസുഖം വരും, വലിയ ഭീമാകാരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള മാരകമായ എന്തെങ്കിലും അസുഖം വരും വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അത്തരം ആ രോഗത്തെ എന്താ പറയാ നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ കൊച്ചു വളർന്നു വരികയാണ്, അതിന് പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഹയർ സ്റ്റഡീസ് കട്ടിക്കലല്ലോ, ഇപ്പൊ കട്ടിക്കലൊക്കെ 2, 3, 4 കഴിഞ്ഞുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. കാരണം മക്കളെ ഇന്ന് ഏറ്റവും സുരക്ഷിതത്വമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? മാക്സിമം അവർ പഠിക്കട്ടെ. കുട്ടികൾക്കും വലിയ ചിന്തയൊന്നുമില്ല, കല്യാണം ഒന്നും അവർക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കാലത്ത് അതായിരുന്നു, ഒരു 18 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികള് വളർന്നു അവരുടെ കല്യാണം എന്തെങ്കിലും വേഗം നടത്തണം എന്നുള്ള ഒരു വ്യാധിയും ഉണ്ടായിരുന്ന പാരന്റ്സ് ആയിരുന്നു, അല്ലെ? ഇപ്പൊ അതൊക്കെ മാറി. അവർക്ക് ഇന്ന് അങ്ങനെയല്ല ചിന്ത. ഇവർക്ക് മാക്സിമം നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. മാക്സിമം ദേ ഹാവ് ടു ബി എന്താ പറയാ ഇൻഡിപെൻഡന്റ്. അവരെ ഇൻഡിപെൻഡന്റ് ആക്കണം എന്ന് വെച്ചാൽ ആരെയും ആശ്രയിക്കാതെ കഴിയാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കണം. ഇഫ് ദേ ആർ ഇൻഡിപെൻഡന്റ് ദേ ക്യാൻ ഗോ എനിവർ, അല്ലെ? അവർക്ക് എവിടെ വേണമെങ്കിലും പോയി അവരുടേതായ കാര്യങ്ങളിൽ പിടിച്ചു നിന്ന് അവർക്ക് ജോലി ചെയ്ത് സമ്പാദിക്കാം. ഏതെങ്കിലും കാര്യത്തില് ഇന്നത്തെ എന്താ പറയാ വിവാഹങ്ങളൊക്കെ നടന്നാലും കുറെയൊക്കെ അൺസക്സസ്ഫുൾ ആണ്, അല്ലെ? ഫെയിലിയർ ആണ്, ഫെയിലിയർ പോലെയാണ്. കാരണം ദേ ആർ നോട്ട് മീനിങ് ഫോർ എനി അഡ്ജസ്റ്റ്മെന്റ്. ഒരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റിന് യാതൊരു അർത്ഥവും വിലയുമില്ലാതെയാണ് ഇന്നത്തെ, അല്ലെ? തലമുറകളൊക്കെ അങ്ങനെയാണ്. കാരണം അഡ്ജസ്റ്റ്മെന്റിന് കൂട്ടാക്കില്ല. നമ്മളൊക്കെ ഒരു കാലത്തൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാര്യം നടന്നുകൊണ്ടിരുന്നത്, അല്ലെ? പക്ഷെ ഇപ്പൊ കുട്ടികൾ അഡ്ജസ്റ്റബിൾ അല്ല. കാരണം അങ്ങനെയാണ് ആ ലോകവും അതുപോലെ തന്നെ അവർ വസിക്കുന്ന സ്ഥലമൊക്കെ അങ്ങനത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇക്കോണമിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ഇക്കണോമിക് ചേഞ്ചസ് ഇത്തരം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, കുട്ടികൾക്ക് നന്നായി പഠിപ്പ് കൊടുക്കണം, അവരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു വീട്ടില് സുരക്ഷിതമായിട്ട് അവരെ എന്താ പറയാ ജീവിപ്പിക്കണം എന്നൊക്കെ നമ്മളുടെ ആഗ്രഹം കൊണ്ട് നമ്മള് വീട് പണിയാൻ, അല്ലെ? റോട്ടിൽ കൂടിയൊക്കെ നമ്മൾ വല്ല ബസ്സിലും വള്ളിയോടത്തൊക്കെ കൊണ്ടുപോകുമ്പോ പിള്ളേരെ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ കുറച്ചുകൂടി എന്താ പറയാ നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ സ്വന്തമായിട്ട് ഒരു വാഹനം വേണം, അല്ലെങ്കിൽ അവരുടെ ഹയർ സ്റ്റഡീസ് നല്ല നല്ല പഠിത്തം അവർക്ക് കൊടുക്കണമെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. വലിയ ഹയർ സ്റ്റഡീസിലൊക്കെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ പർപ്പസ് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ സേവ് ചെയ്ത് എവിടെയെങ്കിലും മാറ്റിവെക്കും. സ്വർണമായിട്ടോ സ്ഥലമായിട്ടോ ഒക്കെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യും ഇന്നത്തെ ആൾക്കാർ, അല്ലെ? പക്ഷെ രോഗം വരുമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താറുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സമ്പാദിച്ചത് മുഴുവൻ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ആ പേരിന് വേണ്ടി സമ്പാദിച്ചല്ലെങ്കിലും അതൊക്കെ നമ്മൾ എടുക്കും. ഒരു കെട്ടിടം പണിയാൻ വേണ്ടി, ഒരു വീട് വെക്കണം അത് ഉദ്ദേശത്തോടെ നമ്മൾ കുഞ്ഞ് എന്താ പറയാ പലതുള്ളി പെരുവെള്ളം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും നമ്മളുടെ ഒരു വയ്യായ്മ വരുമ്പോ അയ്യോ അതെടുക്കാൻ പാടില്ല, അതെനിക്ക് വീട് പണിയാൻ വേണ്ടി വെച്ചേക്കാണെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ല. അതെങ്ങനെയെങ്കിലും അത് വിറ്റിട്ടായാലും ഉള്ളത് വെട്ടിപ്പെറുക്കിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ചികിത്സ അവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലൈഫിനാണ്, ഒരാളുടെ ജീവന് തന്നെയാണ്. നമ്മളത് ചെയ്യും, അല്ലെ? അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ മറികടക്കാനാണ് ഇതുപോലെയുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതും പുവർ ഫാമിലീസിനെ, ബിപിഎൽ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ആ ഒരു ഇതുള്ള പാർട്ടിസിപ്പേഷനുള്ള സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരെണ്ണമാണ് ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞതുപോലെ 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും കറന്റ്ലി ആണ് ഇതിന് ഒത്തിരി ഇഫക്റ്റീവ് ആയത്. അത് ഏത് ഇൻഷുറൻസ് കറന്റ്ലി തന്നെയാണ് ഇഫക്റ്റീവ് ആയത് കേട്ടോ. ആൻഡ് ഇതെന്ന് പറയുന്നത് it provides health insurance coverage to central government employees and pensioners. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിക്കാർക്കും
അതിന്റെ ജോലി ചെയ്യുന്ന ആളുകളുടെ റിട്ടയർ ഒക്കെ കഴിഞ്ഞു പെൻഷനൊക്കെ പറ്റി കഴിഞ്ഞിട്ടുള്ള പെൻഷനേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരു ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ് ഉണ്ട്. ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു വിഭാഗത്തില് CGHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാർക്ക് പിന്നെ അവരുടെ ഫാമിലിക്കും എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫാമിലിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറി ഇതിനകത്ത് ഉണ്ടെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇതൊരു യുണിക് വണ്ണാണ്, ഒരു ഡിസ്റ്റിങ്റ്റീവ് വണ്ണാണ്. മറ്റ് ഇൻഷുറൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വേറിട്ട രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. മനസ്സിലായോ? കാരണം ഒരു നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ്, അവരുടെ ഫാമിലീസ്, ഒരുപാട് ഗ്രൂപ്പ് ആൾക്കാർ ഇതിനകത്ത് പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സ്കീം. മനസ്സിലായോ? ഒരു പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇല്ലേ നിങ്ങൾ ആ CGHSന്റെ ഫുൾ ഫോം അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ആ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം കേട്ടോ. ദിസ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ എന്ന് പറഞ്ഞല്ല പഠിക്കേണ്ടത്. പിന്നെ CGHS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1944 എന്ന് പഠിക്കണം. പിന്നെ അത് എന്താ പറയാ ബെനിഫിഷ്യറീസ്, ഈ സ്കീമിന്റെ ബെനിഫിറ്റ് ആർക്കൊക്കെയാണെന്നുള്ളത് ലാസ്റ്റ് സെന്റൻസ് അത് അണ്ടർലൈൻ ചെയ്യാം. ദിസ് സ്കീം അവിടെയും നിങ്ങൾ ഇത് തന്നെ കൊടുക്കണം കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം accompanies a range of benefits to provide extensive coverage to government employees, pensioners and their families. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താ പറയാ എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അതിനകത്ത് പെടും. അത് ആരൊക്കെയാണെന്ന് എടുത്ത് പറഞ്ഞിട്ട് ബെനിഫിഷ്യറീസിന്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടാ. ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ബെനിഫിഷ്യറീസിൽ വരുന്നത് ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സേവകരും, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. പെൻഷൻ കിട്ടിയില്ലേ, അതിന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോ കഴിയണ്ടേ അല്ലെ? അപ്പൊ എന്തായാലും പെൻഷൻ വേണം. ആ പെൻഷൻ അവർക്കും അവരുടെ ഫാമിലീസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഭർത്താവ് എന്താ പറയാ വാങ്ങിച്ചുകൊണ്ടിരുന്ന പെൻഷൻ ഭാര്യയിലേക്കും ഒക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മരുന്ന ശേഷം അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ് മെമ്പേഴ്സ്, ഓണറബിൾ മെമ്പേഴ്സ്, പാർലമെന്റിലൊക്കെ ജോലി ചെയ്യുന്ന പാർലമെന്റിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക്, ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഓണറബിൾ ജഡ്ജസിന് എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHSന്റെ കീഴിൽ ഉള്ള ഓട്ടോണമസ് ബോഡീസിനും അതുപോലെ തന്നെ ജോലിക്കാർക്കും ജീവനക്കാർക്കും പെൻഷനേഴ്സിനും. ഓട്ടോണമസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ അതായത് ഗവൺമെന്റിന്റെ എന്താ പറയാ ഇതോടുകൂടി തന്നെ സാങ്ഷനോടുകൂടി തന്നെ അവരവർക്ക് അവരവരുടേതായ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും ഒക്കെ അധികാരമുള്ള എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബോഡീസ് ആണ്. ഓട്ടോണമസ് കോളേജസ് കേട്ടിട്ടുണ്ടോ? ഓട്ടോണമസ് കോളേജസ് ഗവൺമെന്റ് കോളേജുകളുടേതായ എല്ലാ എന്താ പറയാ എന്തൊക്കെയാണോ അവർ ചെയ്യുന്നത് അതിന്റെ അധികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്കില്ല, എല്ലാവർക്കും കിട്ടില്ല ഓട്ടോണമസ് എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി. അത് ചിലവർക്കാണ്, ചില കോളേജസിനാണ് കിട്ടുക. അപ്പൊ അവർക്ക് തന്നെ അവരുടേതായ എല്ലാ കാര്യങ്ങളിലും തീരുമാനമൊക്കെ എടുക്കാനൊക്കെ ഉള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് കേട്ടോ. അങ്ങനത്തെ എന്താ പറയാ അത് CGHSലുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അതിനകത്ത് ജോലിക്കാർക്ക് പെൻഷനേഴ്സിനും ഒക്കെ നമുക്ക് ഇതിന്റെ ബെനിഫിഷ്യറിയാണ് CGHSന്റെ. പിന്നെ ഫോർമർ കോർട്ട് ഓണറബിൾ ജഡ്ജസും അതുപോലെ തന്നെ ഇന്ത്യൻ സുപ്രീം കോർട്ടിന്റെ ജഡ്ജസും, നേരത്തെ മുൻ ജഡ്ജിമാരൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ മുൻ ഹൈക്കോർട്ട് ജഡ്ജിമാരും മറ്റൊക്കെ സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ നേരത്തെ ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോയവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഇതിന്റെ ബെനിഫിഷ്യറിയാണ് CGHSന്റെ. പിന്നെ ആരാ? ഫ്രീഡം ഫൈറ്റേഴ്സ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ കാക്കുന്ന യോദ്ധാക്കൾ, അവർക്കും. എംപ്ലോയീസ് ഓഫ് റെയിൽവേ ബോർഡ് ജേർണലിസ്റ്റ്, റെയിൽവേ ബോർഡിന്റെ ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്, പത്രപ്രവർത്തകര്, അതുപോലെ പ്രസ് അസോസിയേഷനിലെ അംഗങ്ങള് ആയിരിക്കും ഇവര് റെയിൽവേ ജേർണലിസ്റ്റുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് വകുപ്പിലെ എംപ്ലോയീസിനും സിവിലിയനിലുള്ളവർക്കും ഒക്കെ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ബെനിഫിറ്റ് ആർക്കൊക്കെയാണ് അവൈലബിൾ ആകുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ആണ്.
ചിലപ്പോഴൊക്കെ അതുകൊണ്ട് ചോദിക്കാറുണ്ട് CGHSന്റെ ബെനിഫിഷ്യറീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ആരൊക്കെയാണ്? ഓൾ ഗവൺമെന്റ് സർവൻസ്, സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, pensioners and their families, honorable member of parliament, honorable judges of Supreme Court of India, employees and pensioners of honorable bodies covered under CGHS, former honorable judges of Supreme Court of India and honorable High Court, freedom fighters, then employees of railway board, journalists who are the members of press association and civilian employees of defense. Clear ആയോ? ചോദ്യം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരൊക്കെയാണ് CGHSന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത്? ക്ലിയർ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എങ്ങനെയുള്ള ബെനിഫിറ്റുകളാണ് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് ഒക്കെയാണ് ഈ ഒരു സ്കീമില് മെമ്പേഴ്സ് ആയവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആണ് ഗവൺമെന്റ് എംപ്ലോയീസിന്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അണ്ടർ ദി സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. Under the scheme, the eligible central government employees can get the following health insurance benefit. താഴെ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റുകളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അർഹതയുണ്ട് കിട്ടാനായിട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, കവർ ഫോർ PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അറിയാലോ, PF എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തന്നെ സാലറിന്ന് പിടിച്ചു വെച്ചിട്ട് ഒരു ഫണ്ട്. കാരണം ആഫ്റ്റർ ദ പീരീഡ് ഓഫ് നമുക്കറിയാം റിട്ടയർമെന്റ് പീരീഡില് നമുക്കറിയാം ഒരു അത്രയും നാളും ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പൊ അവരെ ഒന്ന് കൺസോൾ ചെയ്യുക, അല്ലെ? ഒരു ആശ്വാസം, അവർക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം അല്ലെങ്കിൽ കിട്ടുന്ന കാശ് മുഴുവനും വീടിന് വേണ്ടി ചെലവാക്കി അവസാനം വീട്ടില് നമ്മള് എന്താ പറയാ അത്രയും നാൾ അധ്വാനിച്ചത് 10 ദിവസം ഒന്ന് വെറുതെ നോക്കിയേ. ഇത്രയും നാൾ നമ്മളിപ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഓടിയൊക്കെ ചാടിയൊക്കെ ഒരു ശമ്പളം വാങ്ങിച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ റിട്ടയേർഡ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ 10 രൂപ പോലും നമുക്ക് ഇൻകം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഹാവ് ടു ഫേസ് മെനി ട്രബിൾസ്. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമ്മള് നേരിടേണ്ടി വരും, അല്ലെ? നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളിൽ നിന്ന്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇപ്പൊ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർ ഒത്തിരി പേര്, അല്ലെ? പക്ഷെ നാട്ടിൽ വരുമ്പോ ജോലിയൊക്കെ ഇല്ലാണ്ടാക്കി അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവിടെ അത്രയും നിന്നത്, അല്ലെ? വീട്ടുകാരെ കാണുന്നില്ല, സ്വന്തക്കാര് ബന്ധുക്കാരും രാവിലെ മുതല് നല്ല ഇവിടത്തേക്കാൾ ചൂട് കൂടുതലാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? കൂടുതലായെങ്കിലും, അല്ലെ? അങ്ങനത്തെ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് അവർ അത്രയും കാലം അവിടെ കഷ്ടപ്പെട്ടത്. ഗൾഫ് കൺട്രീസ് എന്നൊക്കെ പറയുമ്പോ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ എന്താ പറയാ ഒരു കേസിലോ മറ്റു കാര്യത്തിലോ മാത്രമായിട്ട് ജോലി ചെയ്യുന്നവരല്ല. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ജോലികളും അവിടെയും ഉണ്ട്, അല്ലെ? നമ്മുടെ നാട്ടിൽ ചെയ്യാത്ത ചില ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യും. ഒത്തിരി സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടാണ് ആളുകൾ പോയി ജോലി ചെയ്യുന്നത്. പക്ഷെ ഇതിനൊക്കെ പുറമെ നമുക്കൊരു ലൈഫ് അതിനുശേഷം ഉണ്ടെങ്കിൽ അതിനെ കൂടി സെക്യൂർ ആക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ്, വേറെ ആർക്കുമില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഗവൺമെന്റ് എന്താ പറയാ എംപ്ലോയീസിന്റെ ഒരു പിടുത്തം, ആ ഒരു എമൗണ്ട് ആണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവറേജ്, അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫണ്ടൊക്കെ രൂപീകരിച്ചു വെക്കുന്നുണ്ട്. അത് ഈ ഒരു സ്കീമിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. മനസ്സിലായോ? അവരുടേതായ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു PPF റേസ് ചെയ്യുന്നുണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് റേസ് ചെയ്ത് മെഡിസിൻസിനും ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടി. നെക്സ്റ്റ് വൺ, കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഇനി നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റിന്റേതായതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് കിട്ടുക, അല്ലെ? കൺസൾട്ടേഷൻ ഒക്കെ. പക്ഷെ അതല്ലാതെ ഗവൺമെന്റ് അല്ലാതെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് ചില രോഗങ്ങൾക്ക് അപ്പൊ എല്ലാത്തിനും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ സൗകര്യങ്ങളോ അതിനുവേണ്ടിയുള്ള കൺസൾട്ടേഷൻ ഫെസിലിറ്റീസോ ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വല്ല ട്രീറ്റ്മെന്റ് ഒക്കെ വേറെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കവറേജും നമ്മുടെ ഈ പറയുന്ന CGHSൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയീസിന്. ആർക്ക്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണെങ്കിലും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകൾ, കൺസൾട്ടേഷൻസ്, സ്പെഷ്യൽ ട്രീറ്റ്മെന്റോ സ്പെഷ്യൽ കൺസൾട്ടേഷനോ വേറെ വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കവറേജ്. സ്പെഷ്യൽ കൺസൾട്ടേഷൻ വേണ്ടി വരുമ്പോൾ
കൂടുതൽ കാശൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിനൊക്കെ ഒരു ഇത്തരം ഗവൺമെന്റ് എംപ്ലോയീസിന്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അവിടെയൊക്കെ ഒരു ചെറിയ ബെനിഫിറ്റ്. നെക്സ്റ്റ്, ഇൻഡോർ ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആസ് വെൽ ആസ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റൽസിനകത്ത് ഉള്ള ട്രീറ്റ്മെന്റ് അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും മാത്രമല്ല, അപ്പൊ ഗവൺമെന്റിന്റേതായതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി മാത്രം പോയാൽ മതി, വേറെ ആശുപത്രിയിലൊന്നും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ല. ബിക്കോസ് നിങ്ങൾ CGHSകാരാണ്, CGHSന്റെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ആ രീതിയിലൊക്കെ കിട്ടുള്ളൂ ട്രീറ്റ്മെന്റ് എന്നല്ല. കുറെ എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, എന്ന് വെച്ചാൽ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ CGHSന്റെ ഇൻഷുറൻസ് സ്കീമുകൾ ക്ലെയിം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറെ ഹോസ്പിറ്റൽസിന്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസിനെയാണ് ഇവിടെ എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ളവരായിരിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പറയുന്ന ആൾക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് RSBY. ഉണ്ടോ? RSBY കാർഡ് ഉണ്ടോ എന്നൊക്കെ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്. ഇച്ചിരി കോമൺ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് പുവർ പീപ്പിളിനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാത്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ്. അപ്പൊ ഇങ്ങനെ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് കാർഡുകൾ ഓരോ വിഭാഗത്തിനും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാർഡ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഈ കാർഡ് ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത്, അല്ലെങ്കിൽ അവിടെയാ കൊണ്ടുപോയത്, കാരണം എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടണമെങ്കിൽ ഇന്ന ഹോസ്പിറ്റൽസ് കണ്ടോ. അങ്ങനെ അപ്പൊ ലിസ്റ്റിൽ ഉണ്ടെന്ന് കുറെ ഹോസ്പിറ്റൽസ്. മനസ്സിലായോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലും നമുക്ക് ഇൻഡോർ ട്രീറ്റ്മെന്റ് CGHSന്റെ എംപ്ലോയീസിന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തത് കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്. കുടുംബക്ഷേമത്തിനുള്ള ചില കവറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഫാമിലീസ് ഇൻ ബാഡ് കണ്ടീഷൻ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനാണ്, പക്ഷെ ശമ്പളത്തിന്റെ സ്കെയില് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ചില ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും, അവരുടെ ഡെയിലി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ, അതിനുള്ള സ്കെയിൽ കുറഞ്ഞ സാലറി സ്കെയിൽ, വേജസ് സ്കെയിലൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകളുടെ ഫാമിലീസിന്റെ വെൽഫെയറിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി. മറ്റംഗങ്ങളൊക്കെ ഉണ്ട്, അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്, ഇത്രയും അധികം അംഗങ്ങൾക്ക് ഈ പറയുന്ന ഒരു വേജസ് കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ നമ്മുടെ CGHS ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? പിന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്, എന്താ പറയാ, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കവറേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കവർ ഫോർ ആയുഷ്. ആയുഷ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റുകളുടെ ഒരു നിരയാണ്. ആൻഡ് ഇൻ ദാറ്റ് A for ആയുർവേദ ട്രീറ്റ്മെന്റ്, Y for യോഗ ആൻഡ് നാച്ചുറോപ്പതി, U for യുനാനി, S for സിദ്ധ ആൻഡ് H for ഹോമിയോപ്പതി. ഈ പറയുന്ന ഏത് സ്ഥലങ്ങളിലും എന്ത് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുമ്പോഴും അതിനുള്ള കവറേജും ഏതിൽ കിട്ടുന്നുണ്ട്? CGHSലെ എന്താ പറയാ ഇത് പ്രകാരം അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും ഫാമിലി മെമ്പേഴ്സിനും പെൻഷനേഴ്സിനും ഒക്കെ കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? ആയുഷിന്റെ ആ ഒരു ഫുൾ ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആയുർവേദ, യോഗ ആൻഡ് നേച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഓക്കെ, അലൈൻ ചെയ്തോ? ക്ലിയർ ആയോ ഇവിടെ വരെ എല്ലാവർക്കും? CGHSല് അല്ലെങ്കിൽ ഈ ഒരു സ്കീമില് എംപ്ലോയീസിന് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി ഈ CGHS ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, പെൻഷനേഴ്സ് ആണ്, അങ്ങനെയുള്ള ആൾക്കാര്, അല്ലെങ്കിൽ നമ്മൾ കുറെ ബെനിഫിഷ്യറീസിന്റെ പേര് പറഞ്ഞു. ഇവരൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? എങ്ങനെ തിരിച്ചറിയും? ഒന്നും എഴുതിപ്പിടിക്കാൻ പറ്റില്ല. പോകുന്നവർക്കൊക്കെ ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്നുള്ളത് കൊണ്ടെടുക്കാനും പറ്റില്ല, അതിന്റെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ തന്നെ, അല്ലെ?
ജോലി എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ജോലിയും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റ് സേവനം മാത്രമല്ല ചെയ്യാൻ പറ്റുക, പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യുന്നവരും ഇഷ്ടം പോലെയുണ്ട്. ഇതിൽ ഗവൺമെന്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് എന്ന് ഹൗ ക്യാൻ ബി ഐഡന്റിഫൈ? അതിന് വേണ്ടിയിട്ട് അപ്പൊ ഈ CGHSന്റെ ആ ഒരു ബെനിഫിറ്റുകൾക്ക് അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ CGHS ബെനിഫിഷ്യറീസിനും അവരുടെ ഡിപ്പെൻഡന്റിനും ഒരു ID കാർഡ്, ഒരു പ്ലാസ്റ്റിക് കാർഡാണ് ID കാർഡായിട്ട് ഫോട്ടോ പതിച്ച ഒരു കാർഡ് എന്താ പറയാ കൊടുത്തിട്ടുണ്ട്. അത് CGHS കാർഡാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. CGHSന്റെ ബെനിഫിഷ്യറീസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ പതിച്ച ഒരു പ്ലാസ്റ്റിക് ID കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറയുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് നേരത്തെ പറഞ്ഞ ബെനിഫിഷ്യറീസിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതിൽ they should produce this card. ഈ കാർഡ് അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇനി ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു യൂണിക് കാർഡാണ്, യൂണിക് ഐഡന്റിറ്റി നമ്പർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുക. യൂണിക് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഒരാൾക്ക് പോലെയല്ല മറ്റൊരാൾക്ക്. അപ്പൊ ഒരു ബെനിഫിഷ്യറിക്ക് ഒരു യൂണിക് കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് എപ്പോഴൊക്കെ CGHSന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കണമോ അപ്പോഴൊക്കെ they have to submit this card. ഈ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അതായത് നമ്മള് എന്തെങ്കിലുമൊക്കെ സാധനത്തിൽ ചെല്ലുമ്പോ ആ കാർഡ് ചോദിക്കും. ഇപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ചെല്ലുമ്പോ വലിയ എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അവർക്ക് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ പാൻ കാർഡ് ചോദിക്കുമ്പോ പാൻ കാർഡ് ഉണ്ടോ അത് ചോദിക്കും. അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അല്ലെ. ഏതെങ്കിലും എന്താ പറയാ അക്ഷയയിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ എടുക്കുമ്പോ ആധാർ കാർഡ് ചോദിക്കും, ആധാർ കാർഡ് ഉണ്ട് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ CGHSന്റെ ബെനിഫിഷ്യറീസിന് ഏതെങ്കിലും തരത്തില് അവരുടെ ഈ പറയുന്ന ക്ലെയിമുകൾ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ക്ലെയിംസിനൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് ഈ പറയുന്ന ID കാർഡ് അവര് പ്രൊഡ്യൂസ് ചെയ്യണം അവിടെ. ആൻഡ് ഈ കാർഡ് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ബെനിഫിഷ്യറീസ് പല ആളാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്, സിവിൽ ഡിഫൻസിലുള്ള മെമ്പർ ഉണ്ട്, ഓണറബിൾ ജഡ്ജസ് ആണ്, അല്ലെങ്കിൽ ഫോർമർ ഓണറബിൾ ജഡ്ജസ് ആണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കാർഡ് ഉണ്ടെന്ന് മാത്രമല്ലല്ലോ, ഈ കാർഡിലും അത് ഷുഡ് ബി ഐഡന്റിഫൈഡ്. ആ കാർഡ് വെച്ചിട്ട് വളരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറുള്ള കാർഡായിരിക്കും, പക്ഷെ ഡിഫറെന്റ് കളേർഡ് സ്ട്രൈപ്സ് അതിലുണ്ടായിരിക്കും. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ വര കളറില് ആ വരയുടെ കളറിൽ വെളുത്ത കാർഡാണ്, വെളുത്ത കാർഡും ഇല്ലേ ചില കളർ ഓഫ് സ്ട്രൈപ്സ് വ്യത്യാസമുണ്ട്. ആ വരകളുടെ നിറങ്ങൾ നോക്കി നമുക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കാർഡ് നോക്കിയേ. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന രീതിയിൽ 4 സ്ട്രൈപ്പുകൾ കളേഴ്സ് ഉള്ളത് ഉണ്ട് കാർഡുകൾക്ക്. യെല്ലോ സ്ട്രൈപ്പ് ഉള്ളതുണ്ട്, ബ്ലൂ കളർ സ്ട്രൈപ്പ് ഉള്ളതുണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത് ഓരോന്നിനും ഓരോ വിഭാഗത്തിലുള്ളതാണ്. മനസ്സിലായ? കാർഡ് എല്ലാം ഒരേപോലത്തെ, പക്ഷെ അതിന് ഓരോ സ്ട്രൈപ്സ് അതിന്റെ ടോപ്പിലില്ലേ ഓരോ കളർ. ഏതൊക്കെ? യെല്ലോ കളർ ഉള്ളതുണ്ട് വര, ബ്ലൂ കളർ, ഗ്രീൻ ആൻഡ് റെഡ് കളർ. യെല്ലോ കളറിന്റെ വര കണ്ടാൽ അതാരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി, ഓട്ടോണമസ് കമ്പനിയിലെ ജേർണലിസ്റ്റ്, അവർക്കാണ് ആ വിഭാഗത്തിൽ പെടുന്നവർക്കൊക്കെ യെല്ലോ സ്ട്രൈപ്പ് ഉള്ള കാർഡ്. ബ്ലൂ സ്ട്രൈപ്പ് ഉള്ള കാർഡ് സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന, ഇപ്പോഴും സെർവിംഗ് എന്താ പറയാ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, റിട്ടയർഡ് അല്ലാതെ അവർക്കാണ് ബ്ലൂ സ്ട്രൈപ്പ് ഉള്ള കാർഡ്. റെഡ് മെമ്പർ ഓഫ് പാർലമെന്റ് മെമ്പേഴ്സിനുള്ളതാണ്. ഗ്രീൻ കാർഡ് കുറച്ചധികം പേർക്കുണ്ട്, പെൻഷനേഴ്സ്, XMP മെമ്പർ ഓഫ് പാർലമെന്റ് പിരിഞ്ഞത്, പോയത് റിട്ടയർ ചെയ്ത് പോയി, റിട്ടയർഡ് പേഴ്സണൽസ് ജോലിക്കാര്, പിരിഞ്ഞു പോയവര്, ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇവരൊക്കെ ഏതിൽ വരും? ഗ്രീൻ കളേർഡ് സ്ട്രൈപ്പ് ഉള്ള കാർഡിനകത്ത് വരുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? 4 കളർ ഓഫ് കാർഡുകൾ ഓരോ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കളർ കാർഡുകൾ ആളുകളുടെ പേരുകൾക്ക് അനുസരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. ആദ്യത്തെ സെന്റൻസ് വാട്ട് ഈസ് എ CGHS കാർഡ് എന്നുള്ളതിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഈ 4 കാർഡുകളും ഇവിടെ വരെ ഫ്രീഡം ഫൈറ്റർ വരെ അണ്ടർലൈൻ ചെയ്യാം. യെസ്. അപ്പൊ ഈ CGHS കാർഡിന് what is the validity date? ഇതിനൊരു വാലിഡിറ്റി ഇല്ലേ? ഈ കാർഡ് എത്ര നാൾ നമുക്ക് സൂക്ഷിക്കാം?
അതിന് വാലിഡിറ്റി ഡേറ്റ് ഉണ്ട്. CGS കാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഡേറ്റ് വരെ അതിന്റെ വാലിഡിറ്റി ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരി, എനിക്ക് CGHS കാർഡ് ഉള്ള ആളാണ്, ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എന്റെ എല്ലാ കാർഡുണ്ട്. എന്നാൽ എന്റെ ആ കാർഡിന് എനിക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകളൊക്കെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കിട്ടും. എന്നാൽ ആ കാർഡിന്റെ വാലിഡിറ്റി എപ്പോ തീരും? അറ്റ് ദ ടൈം ഓഫ് അവർ റിട്ടയർമെന്റ്. നമ്മുടെ റിട്ടയർമെന്റ് ഡേറ്റ് എന്നാണോ അന്ന് തീരും. ഇപ്പൊ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന ആളാണ്. ആ 10 കൊല്ലം വരെ, ആ സമയം വരെ എനിക്ക് എന്തുള്ളൂ ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പക്ഷെ നമുക്ക് ആ സമയം വരെ കിട്ടിയാൽ പോരല്ലോ, ഇതിന് വാലിഡിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം, കുറച്ചുകൂടി കൂടുതൽ കൂട്ടാം. എന്ന് വെച്ചാൽ ആഫ്റ്റർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും നമുക്ക് ഈ കാർഡിന്റെ വാലിഡിറ്റിയെ പിടിച്ചു നിർത്തണം. വീണ്ടും ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ കാർഡിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാ? അതായത് നമ്മളുടെ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഇപ്പൊ അടുത്ത കൊല്ലം 2027 ഏപ്രിലിൽ റിട്ടയർമെന്റ് ആണെന്ന് വിചാരിക്കാം. അതിന് തൊട്ട് മുന്നത്തെ ഒരു കൊല്ലം മുമ്പ് എന്ന് വെച്ചാൽ 2026 ഏപ്രിലില് നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ഓൾസോ ആ എന്താ പറയാ റിട്ടയർമെന്റിന് ശേഷമുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പേ തന്നെ അതിന്റെ ബാക്കി പോസ്റ്റ് റിട്ടയർമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനൊരു കോൺട്രിബ്യൂഷൻ കൂടി എക്സ്ട്രാ നമ്മൾ അടയ്ക്കുകയും വേണം. മനസ്സിലായ? ക്ലിയർ ആയ? CGHS കാർഡിന്റെ വാലിഡിറ്റിയെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു കണ്ടീഷൻ ആണത്. എന്താണ്? ബിഫോർ ദ റിട്ടയർമെന്റ്, എ ഇയർ ബിഫോർ ദ റിട്ടയർമെന്റ് ഡേറ്റിന്റെ തൊട്ട് മുന്നത്തെ ഒരു വർഷം മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ എക്സ്റ്റൻഷൻ, വാലിഡിറ്റിയെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ബൈ പേയിങ് എ കോൺട്രിബ്യൂഷൻ. നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അടച്ച് നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. 2 സെന്റൻസ് അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാം കംപ്ലീഷൻ വരെ. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ RSBYയുടെ അത് മറ്റൊരു ഇൻഷുറൻസ് ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് RSBY ഉണ്ട്. പിന്നെ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മള് ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ എങ്ങനെയാണ് നമ്മളിലേക്ക് കിട്ടുന്നത്, അതിന്റെ സ്റ്റെപ്സും ഉണ്ട്. അത് തന്നെ ബജാജ് അലയൻസ് ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെയാണ് അവരുടെ ഒരു ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് നടത്തുന്നതെന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. 2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? നന്നായിട്ട് വായിച്ചൊക്കെ നോക്കുക. ഓക്കെ ഓക്കെ ബൈ. താങ്ക് യു.